ഈ നിങ്ങളുടെ വ്യക്തിയുടെ പണം കൊണ്ടാണ് ഈ വ്യക്തി മെയിൻ ആയിട്ട് ഒരു ഫിനാൻഷ്യൽ സോഴ്സ് ആണ് വ്യക്തിയുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്. മനസ്സിലായോ? ഏജ് ഓഫ് പെന്റക്കൽസ് ആണ്. ഈ വ്യക്തി ചെറിയ രീതിയിലായിരിക്കും ചിലപ്പോൾ ജോലി ചെയ്യുന്നത്, അധികം പണമൊന്നും ഫാമിലി കൊണ്ടുവരുന്നില്ല. പക്ഷെ ഈ വ്യക്തിയിൽ നല്ലൊരു ഫ്യൂച്ചർ കാണുന്നു. വളരെ കേപ്പബിൾ ആയ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. അപ്പോ നിങ്ങളുടെ വ്യക്തിയുടെ വീട്ടിലെ വരുമാന മാർഗം മെയിൻ ആയിട്ടും നിങ്ങളുടെ വ്യക്തിയാണ്. വളരെ കുറച്ച് എമൗണ്ട് ഇപ്പൊ കൊണ്ടുവരുന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ കോളേജ് വിട്ടിറങ്ങിയ ആൾക്കാരായിരിക്കും, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ വ്യക്തി അവർക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാവുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നല്ലൊരു ഭാവി നിങ്ങളുടെ വ്യക്തിയുടെ വീട്ടുകാർ കാണുന്നുണ്ട്. ഇവരുടെ ഫാമിലി മുമ്പോട്ട് പോകാനുള്ള മെയിൻ ഫിനാൻഷ്യൽ സോഴ്സ് ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഇവര് കാണുന്നത്. അപ്പോ ഈ വ്യക്തിയെ നിങ്ങൾ ഈ ഫാമിലിയിൽ നിന്ന് ഈ വ്യക്തി എപ്പോഴും ഇവർ വിചാരിക്കുന്നത് ഇവർ ആഗ്രഹിക്കുന്ന പോലെ ഒരാളെ ആയിരിക്കണം നിങ്ങളുടെ വ്യക്തി വിവാഹം കഴിക്കുന്നതിന് ഇവർക്ക് ആഗ്രഹമുണ്ട്. അപ്പോ നിങ്ങൾ ഈ വീട്ടുകാരെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നത് അത്രത്തോളം നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ വിവാഹം നടക്കും. അതല്ലെങ്കിൽ വിവാഹം നടന്നാലും ഈ വ്യക്തിയുടെ വീട്ടുകാർക്ക് നല്ല പ്രശ്നം ഉണ്ടാകും. കാരണം ഇവരുടെ വീട്ടിലുള്ള ഫിനാൻഷ്യൽ സോഴ്സ് ആണ് നിങ്ങൾ അടർത്തിക്കൊണ്ട് പോകാൻ നോക്കുന്നത്. അത് വലിയ പണിയാവും. ഇവിടെ ജെമിനി സോഡിയാക് സൈൻ ആണ് കാണുന്നത്. അപ്പോ മെയിൻ ആയിട്ടും ഇവര് ഒരു വരുമാന മാർഗമായിട്ടാണ് ഈ വ്യക്തിയെ കാണുന്നത്. അതും ഈ വ്യക്തി ഫ്യൂച്ചറിൽ ഭയങ്കര ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണെന്നും കൂടെ നിങ്ങളുടെ വ്യക്തിയുടെ വീട്ടുകാർ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിയുടെ അമ്മ നിങ്ങളെ എങ്ങനെ കാണുന്നു, അതാണ് നമ്മൾ നോക്കുന്നത്. ഈ വ്യക്തിയുടെ അമ്മ നിങ്ങളെ എങ്ങനെ കാണുന്നു? ഈ വ്യക്തിയുടെ അമ്മ നിങ്ങളെ കാണുന്നത് കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാത്ത വളരെ സെൽഫിഷ് ആയിട്ടൊരു എനർജി ആയിട്ടാണ് കാണുന്നത്. അധികം പൈസയൊന്നും ഇല്ലാത്തത്. ഇനിയിപ്പോ വേറൊരു കാര്യം നോക്കാൻ പോകുന്നത്, ഇപ്പൊ ഈ വ്യക്തി വരുമാന മാർഗമാണ് മെയിൻ ആയിട്ട് ഇവരുടെ മനസ്സിൽ, ഈ ഫാമിലിയുടെ മനസ്സിൽ നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് നമ്മൾ കണ്ടു. ആ വ്യക്തിക്ക് നല്ലൊരു ഭാവി ഉണ്ടെന്ന് കണ്ടു. അപ്പോ ഇവര് എങ്ങനത്തെ ഈ വരുമാന മാർഗമാണെന്ന് മകനെയോ മകളെയോ ചിന്തിക്കുമ്പോൾ അങ്ങനെയുള്ള ഫാമിലീസ് എന്താണെന്ന് നോക്കുക. വരുന്ന മരുമകളോ അല്ലെങ്കിൽ വരുന്ന മരുമകനോ എത്ര ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്ന് നോക്കും, അല്ലെ? അവിടെ നിന്ന് എന്ത് കൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം എന്താ പറയാ, സ്ത്രീധനം മേടിച്ചില്ലെങ്കിലും അല്ലെ, അപ്പൊ മരുമകളുടെ ഫാമിലിയിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് ഈ പയ്യന്റെ ഫാമിലിയെ നോക്കാം. അല്ലെങ്കിൽ മരുമകന്റെ ഫാമിലി ഇഷ്ടംപോലെ പൈസ ഉണ്ടെങ്കിൽ ഈ മകളുടെ ഫാമിലിയെ നോക്കാം എന്നൊരു ചിന്ത ഈ അമ്മയുടെ